അസ്സലാമു അലൈക്കും. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും തളർന്നു പോകാറുണ്ട്. എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? എന്നാൽ സൃഷ്ടാവായ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ആയുധമാണ് ക്ഷമ അഥവാ സബർ. അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു, തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. ക്ഷമ എന്ന് പറഞ്ഞാൽ വെറുതെ സഹിച്ചിരിക്കുക എന്നല്ല അർത്ഥം. മറിച്ച് കഠിനമായ പരീക്ഷണങ്ങൾക്കിടയിലും അള്ളാഹുവിനെ ഓർത്ത് മനസ്സിനെ നിയന്ത്രിക്കുന്നതിനെയാണ് സബർ എന്ന് വിളിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഒരു വിപത്ത് ഉണ്ടായ ആദ്യ നിമിഷത്തിൽ കാണിക്കുന്നതാണ് യഥാർത്ഥ ക്ഷമ. പെട്ടെന്ന് ദേഷ്യം വരുമ്പോഴോ വലിയൊരു നഷ്ടം സംഭവിക്കുമ്പോഴോ തളരാതെ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതാണ് വിശ്വാസിയുടെ ലക്ഷണം. ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ ചെറിയ വേദനയ്ക്കും പകരമായി അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നു. ഒരു മുള്ള തറച്ചാൽ പോലും അതിനു പകരമായി അള്ളാഹു പ്രതിഫലം നൽകുന്നുണ്ടെങ്കിൽ വലിയ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നവരുടെ അവസ്ഥ അതിനും വലുതാണ്. ഖുർആൻ പറയുന്നു, ക്ഷമിക്കുന്നവർക്ക് അവരുടെ പ്രതിഫലം കണക്കില്ലാതെ നൽകപ്പെടും. ഭൂമിയിലെ കണക്ക് പുസ്തകങ്ങൾക്ക് അപ്പുറമാണ് ക്ഷമിക്കുന്നവർക്കായി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. ക്ഷമയോടെ പെരുമാറാൻ ശീലിക്കാൻ വേണ്ടി നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അള്ളാഹുവേ, എനിക്ക് ക്ഷമ നൽകണേ എന്ന് എപ്പോഴും ദുആ ചെയ്യുക. നന്ദി പറയുക, നമുക്കുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുക. മൗനം പാലിക്കുക. ദേഷ്യം വരുമ്പോൾ മൗനം പാലിക്കുന്നത് വലിയൊരു ക്ഷമയാണ്. നബിമാർ എത്രത്തോളം പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമയോടെ നേരിട്ടു എന്ന് ആലോചിക്കുക. നമ്മുടെ ജീവിതം ഒരു പരീക്ഷണമാണ്. ഇവിടെ ഇരുട്ടുള്ള രാത്രികൾക്ക് ശേഷം പ്രകാശമുള്ള പകൽ വരുന്നത് പോലെ ഓരോ പ്രയാസത്തിനു ശേഷവും എളുപ്പമുണ്ട് എന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ ക്ഷമയോടെ അള്ളാഹുവിലേക്ക് അടുക്കാം. അള്ളാഹു നമ്മളെ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.